അഖില കേരള ധീവരസഭയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ എക്സ്-MLA ചേരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു സാമുദായിക സംഘടന പരിപാടിക്ക് വരുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി ഒരു സാമുദായിക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. ഇവിടെ ഒരു മന്ത്രിയെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് മണ്ഡലമുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും. ഒരു തടസ്സമില്ലാതെ അദ്ദേഹം പറഞ്ഞ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലല്ല ഞങ്ങളോട് ഒരു സഹോദര തുല്യമായ സ്നേഹമാണ് ഞങ്ങൾ അദ്ദേഹത്തോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ അവഗണിക്കപ്പെടുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ശക്തിയാണ് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണിച്ചു കൊടുക്കാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം വളരെയേറെ ഉപകരിക്കും. BJP-യുമായിട്ട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സാമുദായിക സംഘടനയ്ക്ക് കൂടുതൽ പരിഗണന രീതിയിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് BJP പറഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് LDF-ൻ്റെ UDF-ൻ്റെ ഇപ്പോഴത്തെ നയം. ഞങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ പ്രധാനമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾ പറയും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കക്ഷിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ സഭ തയ്യാറാകുന്നുണ്ടോ? എന്തായിരിക്കും സഭയുടെ നിലപാട്? ഞങ്ങളുടെ ഒറ്റ നിലപാടേ ഉള്ളൂ: സഹായിക്കുന്നവരെ സഹായിക്കുക, ദ്രോഹിക്കുന്നവരെ സഹായിക്കാതിരിക്കുക. സമദൂരത്തിലെ ശരിദൂരം. പക്ഷെ എന്തായാലും ഞങ്ങൾ പറയുന്നു, LDF ഗവൺമെൻറ്റിനെ 1% പോലും ഞങ്ങൾ സഹായിക്കത്തില്ല. കഴിഞ്ഞ 9.5 വർഷമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനം ചർച്ച ചെയ്യാൻ 5 മിനിറ്റ് ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തി. ഈ സർക്കാരിനോട് കടുത്ത അതൃപ്തിയുണ്ട് സഭയ്ക്ക്. 100%. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു, അവർ ദ്രോഹിച്ചില്ല, കുറേ സഹായങ്ങൾ ചെയ്തു തന്നു. ഇപ്പോൾ BJP വരുന്നു, അവർ ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല, ഒരു നല്ല സമീപനം സ്വീകരിക്കുന്നു. അപ്പോൾ ഇവർ ഞങ്ങളെ ദ്രോഹിക്കുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ ഇവരെ സഹായിക്കത്തില്ല. BJP കോൺഗ്രസ് അനുകൂല ഒരു നിലപാട് സ്വീകരിക്കാനാണ് AKDSന്റെ തീരുമാനം. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും BJP-യും ആ ഒരു സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുന്നത്. മത്സ്യമേഖലയെന്ന് ഒരു തകർത്തില്ലേ? 3 നിയമങ്ങൾ, കരിനിയമങ്ങൾ കൊണ്ടുവന്ന് 3 ജില്ലകളിലേക്ക് രാജാവിൻ്റെ കാലത്തുള്ള പട്ടയം ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്ത് ലൈസൻസ് ആക്കിയവരാണ് ഇവർ. അറിയാവോ? ഇതുപോലെ LDF സർക്കാർ ഇതുപോലൊരു ദ്രോഹം ചെയ്യാവോ? പട്ടികജാതിപ്പെടുത്താനുള്ള ശുപാർശ റദ്ദ് ചെയ്തവരാണ് ഇവർ. 9.5 വർഷമായിട്ട് ഞങ്ങളിവിടെ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഇത്രയും അനീതി കാണിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മറൈൻ ഡ്രൈവിലെ ഈ സമ്മേളനം ധീവരസഭയുടെ ഏറ്റവും വലിയ ശക്തി വിളിച്ചോതുന്ന സമ്മേളനമായിട്ട് മാറ്റും. ഞങ്ങളിപ്പോഴും ബൂസ്റ്റും ഓർലിക്സും കൂടി മിക്സ് ചെയ്ത് കഴിച്ച എനർജിയിലാണ്. ഇതൊരു NDA മുന്നണിയിലേക്കുള്ള ഒരു പാലമാണോ ഈ പ്രധാനമന്ത്രി? ഒരു പാലമല്ല, പക്ഷെ പ്രധാനമന്ത്രിയുമായി അടുക്കാനുള്ളൊരു പാലമാണിത്. എന്തായാലും കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാന സർക്കാർ വലിയ കൊടിയ വഞ്ചന തന്നെയാണ് ധീവരസഭയോട് ചെയ്തതെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കുവയ്ക്കുന്നത്. അതിനുള്ള ഒരു മധുര പ്രതികാരം എന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയെ ഈ വേദിയിലേക്ക് എത്തിക്കുന്നതും. ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ സഭയുടെ എല്ലാ പ്രവർത്തകരും അണിനിരന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ചുട്ട മറുപടി നൽകും എന്ന് തന്നെയാണ് ദിനകരൻ വ്യക്തമാക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.